കുടയത്തൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. റവന്യൂ മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കിയ വില്ലേജുകളിൽ ഡിജിറ്റൽ റവന്യൂ കാർഡ് സംവിധാനം നവംബറിൽ നടപ്പാക്കുമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കുടയത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു. ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കിയ വില്ലേജുകളിൽ ഡിജിറ്റൽ റവന്യൂ കാർഡ് സംവിധാനം നവംബറിൽ നടപ്പാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കുടയത്തൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണോദ്ഘാടനം ഓൺലൈൻ വഴി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. റവന്യൂ വകുപ്പിന്റെ പൂമുഖ പടിവാതിലുകളാണ് വില്ലേജ് ഓഫീസുകൾ. വില്ലേജ് ഓഫീസുകൾ ശാക്തീകരിക്കപ്പെടുന്നതോടെ റവന്യൂവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രത്യാശിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് കേരളത്തിൽ സംസ്ഥാന വ്യാപകമായി 37 വില്ലേജുകളെ സ്മാർട്ട് വില്ലേജുകളാക്കി മാറ്റുന്നതിൻ്റെ ഔപചാരികമായിട്ടുള്ള ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കപ്പെടുകയാണ്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യത്തോടെ കേരളത്തിൻ്റെ റവന്യൂ രംഗത്ത് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 4 വർഷത്തിലേറെ കാലമായി ഈ ഗവൺമെൻറ്റും അതിനു മുമ്പത്തെ 5 വർഷക്കാലം ഭരിച്ചിരുന്ന ഗവൺമെൻറ്റും എല്ലാം നടത്തിയിരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഭൂമിയുടേത് എന്ന് നാം തിരിച്ചറിയുന്നത്. കേരളം രൂപീകരിക്കുന്നതിന് മുമ്പുള്ളൊരു കാലം നമുക്കറിയാം. മരിച്ചാൽ കുഴിച്ചിടാൻ പോലും 6 അടി മണ്ണ് സ്വന്തമല്ലാത്ത, താൻ ജീവിക്കുന്ന ഭൂമി സ്വന്തമാണെന്ന് അവകാശപ്പെടാൻ കഴിയുകയോ അവിടെ ഒരു മാടം കെട്ടാൻ മലയാളിക്ക് അവകാശം ഉണ്ടാവുകയോ ചെയ്യാതിരുന്ന കേരളത്തിന്റെ ഒരു ഇരുണ്ട ഭൂതകാലം നമ്മുടെ മുന്നിൽ ഭീതിയോടെ നിൽക്കുന്നത്. സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തിയാണ് വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് ഓഫീസുകളാക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. കുടയത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. താഴെത്തട്ടിലുള്ള ഒരു ഓഫീസിൽ നിന്നും ജനങ്ങൾക്ക് മികച്ച സേവനം നൽകുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അതിനായാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. പട്ടയ വിതരണം ത്വരിതപ്പെടുത്തുകയും ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു. കേരളത്തിലെ റവന്യൂ ഓഫീസുകളിൽ ശ്രദ്ധേയമാകുന്ന ഓഫീസാണ് വില്ലേജ് ഓഫീസ്. ഇവിടെയാണ് എല്ലാ രേഖകളും, എല്ലാ വിഷയങ്ങളും ഒറിജിൻ ചെയ്യപ്പെടുന്നത്. ചീഫ് സെക്രട്ടറി കണ്ടാലും മുഖ്യമന്ത്രി കണ്ടാലും ഈ രേഖകളുടെ തുടക്കം വില്ലേജിൽ നിന്നാണ്. ഒരു ഗ്രാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഫീസ് അത് നല്ലതായി, മനോഹരമായി, ഏവർക്കും നല്ല സേവനം കൊടുക്കാൻ കഴിയത്തക്ക വിധത്തിൽ ഉയർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി മാറ്റപ്പെടുന്നത്. നമ്മുടെ നിയമസഭാ മണ്ഡലത്തിലെ ശേഷിച്ച 1-2 വില്ലേജ് ഓഫീസുകൾ കൂടി മാത്രമാണ് ഇനി സ്മാർട്ട് വില്ലേജായി മാറേണ്ടതായിട്ടുള്ളൂ. ബാക്കി എല്ലാ വില്ലേജ് ഓഫീസുകളും ഇതിനോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ശ്രീ രാജൻ റവന്യൂ മന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയായിട്ടാണ് ഞങ്ങൾക്കിതിനെ കാണുന്നത്. താഴെ തരത്തിലുള്ള ഓഫീസുകൾ ഉണ്ടാകുക, അവിടെ വരുന്നവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ കൊടുക്കുക, മാത്രമല്ല കളക്ടറേറ്റിലേക്ക് പോകുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ്. കുടയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KN ഷിയാസ്, ഡെപ്യൂട്ടി കളക്ടർ KM ജോസുകുട്ടി, തൊടുപുഴ തഹസിൽദാർ രാജീവ് യു, കുടയത്തൂർ വില്ലേജ് ഓഫീസർ മജേഷ്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കുടയത്തൂർ. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924. പുളിമുട്ടിൽ സിൽക്സ്.